പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബയോളജിയിലെ ഒരു സമഗ്രയിൽ വന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഫ്രം 1 to 6, 1 സ്കോർ ഈച്ച്. അതായത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, അനലൈസ് ദ ഹിൻസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ. ഈ ഹിൻസ് ഒക്കെ പരിശോധിച്ചതിന് ശേഷം കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് ഹിൻസ് എന്ന് നോക്കാം. The folding of the touch-me-not plant's leaves when touched is known as a nastic movement. അതായത് touch-me-not പ്ലാന്റ്, തൊട്ടാവാടിയുടെ ഇലകൾ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് കൂമ്പി പോകുന്നത് നാസ്റ്റിക് മൂവ്മെൻറ്റിന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. ദെൻ ബി, മൂവ്മെൻറ്റ് ഓഫ് പ്ലാന്റ് പാർട്സ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ആർ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. അതായത് പ്ലാന്റ് പാർട്സിൻ്റെ മൂവ്മെൻറ്റ്, റൂട്ടും സ്റ്റെമ്മിൻ്റെയും ഒക്കെ മൂവ്മെൻറ്റ്സ് സ്റ്റിമുലസിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ്സിന് നമ്മൾ പറയുക ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്നാണ്. അതും കറക്റ്റ് ആൻസറാണ്. Then C, growing of climbers towards and around a support is example for haptotropism. അതായത് ക്ലൈംബേഴ്സ്, വള്ളിച്ചെടികളൊക്കെ ഒരു സപ്പോർട്ടിന് ചുറ്റി വളർന്ന് ഉണ്ടാവുന്നത് ഹാപ്റ്റോട്രോപ്പിസത്തിന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. അതും കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് ആൻസറാണ്. എ, ബി ആൻഡ് സി ആർ കറക്റ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be detected by ultrasound scanning. അൾട്രാസൗണ്ട് സ്കാനിങ് ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അതിൽ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ള 1, പൊസിഷൻ ഓഫ് പ്ലാസൻഡ, ദെൻ 2, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, ദെൻ 3, ജനറ്റിക് അബ്നോർമാലിറ്റീസ്, ദെൻ 4, ഗ്രോത്ത് ഓഫ് ദ ഫീറ്റസ്. അതായത് അൾട്രാസൗണ്ട് സ്കാൻ കൊണ്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയാത്തത് അതിൽ ഓപ്ഷൻ ബി ആണ്, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഐഡൻറ്റിഫൈ ദ വൺ ദാറ്റ് ഈസ് കറക്റ്റ്ലി അറേഞ്ച്ഡ് ഇൻ ദ ഫോളോയിങ് ടേബിൾ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അതായത് ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. അതിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തത് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നിട്ടുള്ളത് എ ഓപ്ഷൻ ഫൈലം, ബി പെക്യുലാരിറ്റി ആൻഡ് സി അതിൻ്റെ എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. അതിൽ കറക്റ്റായിട്ടുള്ളത് നെമാറ്റോഡയാണ്, ലോങ് ആൻഡ് റൗണ്ട് ബോഡീസ് വേം ആൻഡ് ഹുക്ക് വേം എക്സാമ്പിൾ. ബാക്കിയെല്ലാം ഇൻകറക്റ്റാണ്. അതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതാണെന്ന് കണ്ടെത്തി അത് മാത്രം എഴുതിയാൽ മതി. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് റിലേറ്റഡ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസസ് ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ഫിഗറാണ്. അതിൽ ഈ പ്രോസസ്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതായത് കാരിയർ പ്രോട്ടീൻ്റെ ഹെൽപ്പോട് കൂടി നടക്കുന്ന ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ബ്ലഡ് വെസൽ ക്യാരി ബ്ലഡ് ഔട്ട് ഓഫ് ദ ഗ്ലോമറുലസ്. അതായത് ഗ്ലോമറുലസിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ ഏതാണെന്ന് ചോദിച്ചത്. എഫറൻറ്റ് വെസലാണ്. അതായത് ഡി ഓപ്ഷൻ, എഫറൻറ്റ് വെസൽ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇതും ഒരു ഫിഗറാണ്. ഐഡൻറ്റിഫൈ ദ ബ്ലഡ് വെസൽ എ ആൻഡ് ബി ആൻഡ് ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. അതായത് താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എ വരുന്നത് പൾമണറി ആർട്ടറിയാണ്, ബി പൾമണറി വെയിനാണ്. അതായത് ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ, അതായത് 2 സ്കോറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ എനി 6 ക്വസ്റ്റ്യൻ ഫ്രം 7 to 13, 2 സ്കോർ ഈച്ച്. അതായത് ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ഇല്ലുസ്ട്രേഷൻ. ഈ പിക്ചർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, ഇൻ പ്ലാന്റ്സ് സബ്സ്റ്റൻസസ് എൻ്റർ ദ സൈറ്റോപ്ലാസം ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി വൺ ഓഫ് ദ പ്രോസസ് ഷോൺ ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഇല്ലുസ്ട്രേഷനിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ആൻസർ, ത്രൂ ദ സെൽ വാൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. അതല്ലെങ്കിൽ ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ് പ്ലാസ്മോഡെസ്മാറ്റ ദാറ്റ് കണക്ട് അഡ്ജസൻറ്റ് സെൽ. ദെൻ മറ്റൊരു ആൻസർ, ഇതിലേതെങ്കിലും ഒരു പോയിൻ്റ് എഴുതിയാൽ മതി. ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. അതായത് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് പ്ലാസ്മ മെംബ്രെയിനിലൂടെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇത് 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ആൻസർ എഴുതിയാൽ മതി. ദെൻ 8th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻ ദ ഹെൽത്ത് ഓഫ് ദ സ്കെൽറ്റൽ സിസ്റ്റം. അതായത് സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ ഹെൽത്തിൽ താഴെ പറയുന്ന വൈറ്റമിൻസിൻ്റെ റോള് അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ റോൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഫാക്ടറായിട്ട് കൊടുത്തിട്ടുള്ളത് വൈറ്റമിൻ ഡി ആണ്. അതിന് ആൻസർ വരുന്നത്, വൈറ്റമിൻ ഡി ഈസ് നെസസറി ഫോർ ദി അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം വിച്ച് എൻഷുർ ദ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ബോൺസ്. അതായത് ബോൺസിന് ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും നൽകുന്ന കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷന് വേണ്ടി വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നു.
നെക്സ്റ്റ് ഫാക്ടറായിട്ട് കൊടുത്തിട്ടുള്ളത് കാൽസ്യമാണ്. കാൽസ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് കാൽസ്യം വിച്ച് എൻഷുവർ ദ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ബോൺസ്. ബോൺസിന് ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും നൽകുന്നത് കാൽസ്യമാണ്. ഈ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. ദെൻ 9th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് DNA ബാർകോഡിംഗ് ഇൻ ക്ലാസിഫൈങ് ഓർഗാനിസം. ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നതിൽ DNA ബാർകോഡിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. DNA barcoding is a technology of classifying organism by comparing the special molecular sequences of DNA. അതായത് DNA പ്രത്യേക കോഡ്സ് ഉപയോഗിച്ചിട്ട് ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് DNA ബാർകോഡിംഗ്. അൺലൈക്ക് ദ ട്രഡീഷണൽ മെത്തേഡ് ഇറ്റ് ഹെൽപ്പ് ടു റെക്കഗ്നൈസ് ദ സ്പീഷീസ് അറ്റ് മോളിക്കുലാർ ലെവൽ. മോളിക്കുലാർ ലെവലിൽ സ്പീഷീസിനെ ക്ലാസിഫൈ ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. This is made possible by the creation and sharing of DNA barcodes by the researchers and laboratories all over the world. ലോകം മുഴുവനുള്ള ലബോറട്ടറികളിലുള്ള റിസർച്ചേഴ്സ് DNA ബാർകോഡ് ചെയ്തിട്ട് ഇത് സാധ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. Then 10th question, a few contraceptive methods are given. How do they interrupt the process of conception? അതായത് വാസക്ടമി അതേപോലെ ഡയഫ്രം, ഈ വാസക്ടമിയും ഡയഫ്രം കൊണ്ട് അതേപോലെ കൺസെപ്ഷന് ഗർഭധാരണത്തിന് ഏതൊക്കെ രീതിയിലാണ് ഇൻറപ്റ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസറായിട്ട് വരുന്നത് വാസക്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ കട്ടിംഗ് ഓർ ടൈങ് ദ വാസ് ഡിഫറൻസ് ദ പാസേജ് ഓഫ് ദ സ്പേം ഈസ് ബ്ലോക്ക്ഡ്. അതായത് വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നതിലൂടെ സ്പേമിൻ്റെ പാസേജ് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഡയഫ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിവെൻറ്റ് സ്പേം ഫ്രം റീച്ചിങ് ദ യൂട്രസ്. സ്പേം യൂട്രസിലേക്ക് എത്തുന്നത് തടയാണ് എന്ത് ചെയ്യുന്നത്, ഡയഫ്രം ചെയ്യുന്നത്. ദെൻ 11th ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ആനിമൽസ് ആൻഡ് ഫൈല ടു വിച്ച് ദ ബിലോങ് ആർ ഗിവൺ ബിലോ. മേക്ക് ദം പേഴ്സ് ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഇവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. ആ മോഡലിലുള്ളതുപോലെ താഴെ തന്നിട്ടുള്ള ഫൈലത്തിനെയും അതേപോലെ അതിൻ്റെ ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മോഡലായിട്ട് കൊടുത്തത് കൊക്രോച്ച് ആന്ത്രോപോഡാണ്. ദെൻ പ്ലനേറിയ, പ്ലാറ്റിഹെൽമിന്തസ്, സ്പോഞ്ചസ്, പോറിഫെറ, ഹൈഡ്ര, സീലൻഡ്രേറ്റ, റൗണ്ട് വേം, നെമാറ്റോഡ. ഇങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്. 12th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ സ്യൂട്ടബിളി ഇൻക്ലൂഡിങ് ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ്. അതായത് ഇവിടെ കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്, അതിനെ 2 ബോക്സിലായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ. സ്പിൻഡിൽ ഷേപ്പ്ഡ്, റോഡ് ഷേപ്പ്ഡ്, സ്ട്രിയേഷൻസ് പ്രസൻറ്റ്, സി ഇൻ സ്റ്റൊമക്ക്. അതായത് ഇത് വോളണ്ടറി മസിലും ഇൻവോളണ്ടറി മസിലുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സാണ്. ആ 4 പോയിൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാണ് വേണ്ടത്. വോളണ്ടറി മസിലിൻ്റെ കോളത്തിൽ വരുന്നത് റോഡ് ഷേപ്പ്ഡും സ്ട്രിയേഷൻസ് പ്രസൻറ്റ് എന്നുള്ളതാണ്. ഇൻവോളണ്ടറി മസിലിൻ്റെ കേസിൽ വരുന്നത് സ്പിൻഡിൽ ഷേപ്പ്ഡ്, സീൻ ഇൻ സ്റ്റൊമക്ക്. Then 13th question, if the causes of infertility are identified, they can often be resolved with a treatment. Evaluate this statement and prepare a note about the causes of infertility in men and women. അതായത് ഇൻഫെർട്ടിലിറ്റിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കാരണങ്ങളും മെന്നിലും വുമണിലും ഉള്ള ഇൻഫെർട്ടിലിറ്റിൻ്റെ കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഇൻ മെൻ, ഡിഫക്റ്റ് ഇൻ സ്പേം പ്രൊഡക്ഷൻ, ഡിക്രീസ് ഇൻ ദി നമ്പർ ഓഫ് സ്പേം ആൻഡ് ദെയർ മോട്ടിലിറ്റി ആൻഡ് സെർട്ടൈൻ ഡിസീസസ്. ഇതിലേതെങ്കിലും 2 പോയിൻ്റ് എഴുതിയാൽ മതി. അതായത് സ്പേം പ്രൊഡക്ഷനിലുള്ള ഡിഫക്റ്റോ അല്ലെങ്കിൽ ഡിഫക്റ്റ് ഇൻ ദ നമ്പർ ഓഫ് സ്പേംസ് ആൻഡ് ദെയർ മോട്ടിലിറ്റി. ഡിക്രീസ് ഇൻ ദി നമ്പർ ഓഫ് സ്പേംസ് ആൻഡ് ദെയർ മോട്ടിലിറ്റി, അതായത് സ്പേമിൻ്റെ എണ്ണം കുറയോ അല്ലെങ്കിൽ മോട്ടിലിറ്റി റേറ്റ് കുറയോ ചെയ്യാം, അല്ലെങ്കിൽ മറ്റസുഖങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ദെൻ ഇൻ വുമൺ, ഓവുലേഷൻ ഡിസോർഡേഴ്സ്. ഓവുലേഷൻ ഡിസോർഡേഴ്സ് മൂലം ഉണ്ടാവാം. ബ്ലോക്കേജ് ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ് ആൻഡ് ഹോർമോണൽ ഇംബാലൻസസ് സച്ച് ആസ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം, PCOS. അതായത് ഓവുലേഷൻ ഡിസോർഡർ മൂലമോ അല്ലെങ്കിൽ ഫിലോപ്പിയൻ ട്യൂബിലുള്ള ബ്ലോക്കേജുകൾ മൂലമോ ഉണ്ടാവാം. അതും അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാവാം. അതിനൊരു എക്സാമ്പിളായിട്ടാണ് PCOS പറഞ്ഞിട്ടുള്ളത്. ദെൻ ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഫ്രം 14 to 20, 3 സ്കോർ ഈച്ച്. അതായത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 14th ക്വസ്റ്റ്യൻ, റീഡ്രോ ദ ഗിവൺ ഡയഗ്രാം ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ്. തന്നിട്ടുള്ള പിക്ചർ റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട് വേർ ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് ആർ സീൻ. അതായത് ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് കാണപ്പെടുന്ന പാർട്ട് ഏതാണ്? അതിന് ആൻസർ പൾപ്പ് ക്യാവിറ്റി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ ഗം. അതായത് പല്ലുകളെ ഗമ്മിൽ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കണക്റ്റീവ് ടിഷ്യൂ ഏതാണെന്ന്. അതിന് ആൻസർ സിമെൻറ്റം. Then 15th question, analyze A, B and C and complete the following table.
അതായത് എയും ബിയും സിയും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലിഡയാണ്. ദെൻ ബി എക്കിനോഡെർമേറ്റ, സി മൊളസ്ക. ഇനി അപ്പോൾ ഫൈലത്തിൽ നമ്മൾ ആ 3 പേരും എഴുതുക. എ എന്ന് പറഞ്ഞാൽ അനലിഡാണ്. അതിൻ്റെ പെക്യുലിയാരിറ്റി സെഗ്മെൻറ്റഡ് ബോഡീഡ് ഓർഗാനിസം, അതായത് സെഗ്മെൻറ്റഡ് കഷ്ണങ്ങളായിട്ടുള്ളതുപോലെയുള്ള ബോഡി ആയിരിക്കും ആ ജീവി. ദെൻ എക്കിനോഡെർമേറ്റ, മെറൈൻ ഓർഗാനിസം വിത്ത് സ്പൈനി ബോഡി. ദെൻ സി മൊളസ്ക, സോഫ്റ്റ് ബോഡി. ഇൻ മോസ്റ്റ് ഓർഗാനിസം എ ഷെൽ മെയ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കവേഴ്സ് ദ ബോഡി. അതായത് ഇതിൽ കൂടുതൽ ഓർഗാനിസത്തിലും സോഫ്റ്റ് ബോഡി ആണെങ്കിലും കാൽസ്യം കാർബണേറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ഷെല്ല് പോലെ ഉണ്ടാവും അതിൻ്റെ ഔട്ടർ പാർട്ട്. ദെൻ 16th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദി സെൽ ഓർഗനൽ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾക്കറിയാം ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് ഏതാണെന്ന് ഏത് സെൽ ഓർഗനലാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദ നെയിം ഓഫ് ദ ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദിസ് ഓർഗനൽ. ഈ ഓർഗനലിൽ വെച്ചിട്ട് നടക്കുന്ന സെല്ലുലാർ റെസ്പിറേഷൻ്റെ പേരെന്താണെന്നാണ്. ദെൻ തന്നിട്ടുള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മൈറ്റോകോൺട്രിയാണ്. അതായത് ഈ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന സെല്ലുലാർ റെസ്പിറേഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ക്രെബ്സ് സൈക്കിൾ. ദെൻ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് അറ്റ് ദിസ് ഫേസ്. ഈ ക്രെബ്സ് സൈക്കിളിൽ വെച്ചിട്ട് നടക്കുന്ന മെയിൻ പ്രോസസ്സ് ഏതാണെന്നാണ്. അതായത് ഇവിടെ വെച്ച് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇവിടെ വെച്ച് പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. Then 3, complete the following illustration representing cellular respiration. സെല്ലുലാർ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ദെൻ ഗ്ലൂക്കോസ് പ്ലസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്യേണ്ടത് ഓക്സിജനാണ്. എൻസൈംസിൻ്റെ പ്രസൻറ്റിൽ എന്തായിട്ട് പറഞ്ഞിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ബി എന്ന് പറഞ്ഞാൽ അവിടെ ചേർക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പ്ലസ് വാട്ടർ. പ്ലസ് സി എന്ന് പറഞ്ഞാൽ അവിടെ 30 ATP ആണ് റിലീസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17, ഡയഗ്രാം ഷോയിങ് ദ സ്ട്രക്ചർ ഓഫ് എ വൈറസ് ഈസ് ഗിവൺ ബിലോ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതായത് ഒരു വൈറസിൻ്റെ സ്ട്രക്ചറാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അത് അനലൈസ് ചെയ്ത് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എയും ബിയും ഏതാണെന്നാണ് മാർക്ക് ചെയ്യാണ് വേണ്ടത്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ദ നെയിം ഓഫ് ദ പാർട്ട് ലാബൽഡ് ആസ് എ ആൻഡ് ബി. എ ക്യാപ്സിഡാണ്, ബി ജനറ്റിക് മെറ്റീരിയലാണ്. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, വൈ ആർ ദ വൈറസസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എനി ഓഫ് ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്തുകൊണ്ടാണ് ഈ വൈറസിനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒരു കാറ്റഗറിയിലും ഉൾപ്പെടുത്താത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ആൻസറായിട്ട് വരുന്നത്, ഓർഗാനിസം ഹാവിങ് ദ അബിലിറ്റി ടു റീപ്രൊഡ്യൂസ്, റെസ്പോണ്ട് ടു ദ എൻവിയോൺമെൻറ്റ്, ടു ഗ്രോ ആൻഡ് ഡു മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചേഞ്ച് ചെയ്തു 6 കിങ്ഡം ക്ലാസിഫിക്കേഷനാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ വരുന്ന ഓർഗാനിസത്തിന് റീപ്രൊഡ്യൂസ് ചെയ്യാനും എൻവിയോൺമെൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യാനും അതേപോലെ വളരാനും മെറ്റാബോളിക് ആക്ടിവിറ്റീസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനൊക്കെയുള്ള കഴിവുണ്ട്. വൈറസസ് ക്യാനോട്ട് മൾട്ടിപ്ലൈ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ ഹോസ്റ്റ് സെൽ. വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് ബോഡീൻ്റെ ഉള്ളിൽ ഒരു ഹോസ്റ്റ് സെല്ലിൽ കയറിയാൽ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റൂ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. ദേ ആർ ഇനാക്റ്റീവ് ഔട്ട്സൈഡ് എനി ലിവിങ് സെൽ. ഒരു ലിവിങ് സെല്ലിൻ്റെ പുറമേ ആണെങ്കിൽ അത് ഇനാക്റ്റീവാണ്, ഒരു ലിവിങ് സെല്ലിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യുന്ന സമയത്താണ് അത് ആക്റ്റീവായിട്ട് മാറുക. Due to this unique characteristic, they are not included in any category of the current 6 kingdom classification. ഈ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കറണ്ട് കാറ്റഗറി ആയിട്ടുള്ള 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വൈറസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദെൻ 18th ക്വസ്റ്റ്യൻ, PQR represent various processes that take place during reproduction in humans. Write down the name of the process and explain each process briefly. അതായത് പിയും ക്യൂവും ആറും ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന പ്രത്യേക പ്രോസസ്സുകളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് എഴുതാനും അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രോസസ്സ് റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോസസ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച്. ഓരോ പ്രോസസ്സും ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിൽ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവുലേഷൻ പ്രോസസ്സാണ്. റിലീസ് ഓഫ് ഓവം ഫ്രം ഓവറി. ഓവറിയിൽ നിന്ന് ഓവത്തിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് പി. ദെൻ ക്യൂ ഫെർട്ടിലൈസേഷൻ ആണ്. Process of fusion between sperm and ovum in the oviduct which result in the formation of zygote. അതായത് ഓവിഡക്റ്റിൽ വെച്ചിട്ട് സ്പേമും ഓവവും കൂടി ചേർന്ന് സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. അതാണ് ക്യൂ. ദെൻ ആർ എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ആണ്. അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ടു ദി യൂട്രിനൽ ലെയർ കോൾഡ് എൻഡോമെട്രിയം. അതായത് യൂട്രസ് കാണപ്പെടുന്ന എൻഡോമെട്രിയം എന്ന് പറഞ്ഞ വാളിൽ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. Then 19th question, the following sentences are from the poster that explain the importance of breast milk.
Prepare a note on the importance of breast milk by relating the sentence from the poster. അതായത് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കുറച്ച് സെൻറ്റൻസ് പറയുന്നുണ്ട്. ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ബ്രസ്റ്റ് മിൽക്ക് ദ ഫസ്റ്റ് വാക്സിൻ ഓഫ് എ ബേബി റിസീവ്. അതായത് ഒരു ബേബിക്ക് റിസീവ് ചെയ്യുന്ന ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കാണ്. ദെൻ ബ്രസ്റ്റ് മിൽക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് എ ബേബീസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു ബേബിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനുള്ള ബേസാണ് അല്ലെങ്കിൽ ഫൗണ്ടേഷനാണ് ബ്രസ്റ്റ് മിൽക്ക്. ദ റൈറ്റ് ഓഫ് എ ബേബി ദ ഡ്യൂട്ടി ഓഫ് എ മദർ. അതായത് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബേബിയുടെ ഡ്യൂട്ടി റൈറ്റാണ്, ഒരു മദറിൻ്റെ ഡ്യൂട്ടിയാണ് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞത്, ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞത്. ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പോയിൻറ്റ്സ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. Colostrum, a light yellow-colored milk produced immediately after giving birth, must be compulsorily fed to the baby. This will give the baby lifelong immunity. അതായത് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ അതിനുശേഷം പിന്നെ അപ്പോൾ ഉണ്ടാകുന്ന ഒരു യെല്ലോ കളേർഡ് ബ്രസ്റ്റ് മിൽക്കാണ് കൊളസ്ട്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നിർബന്ധമായിട്ടും കുട്ടികൾക്ക് കൊടുക്കണം. ദിസ് വിൽ ഗീവ് ദ ബേബി ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി. കുട്ടികൾക്ക് ജീവിതാവസാനം വരെ ഒരു ഇമ്മ്യൂണിറ്റി നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ്. Then a baby should be breastfed for at least 2 years. Breast milk provide the nutrients needed for the growth and cognitive development. കുട്ടിയുടെ വളർച്ചയ്ക്കും അതേപോലെ ഭൗതികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനും പുരോഗതിക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ബ്രസ്റ്റ് മിൽക്ക്. ബ്രസ്റ്റ് മിൽക്ക് കണ്ടെയ്ൻ ആൻറ്റിബോഡീസ് ദാറ്റ് പ്രൊട്ടക്റ്റ് ദ ബേബി അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ, ഡയറിയ, റെസ്പിറേറ്ററി ഡിസീസ് ആൻഡ് അലർജീസ്. ഈ ബ്രസ്റ്റ് മിൽക്ക് ഒരു ആൻറ്റിബോഡിയാണ്. ഇതിൽ ആൻറ്റിബോഡി കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടിയെ എന്തിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്? ഡയറിയെന്ന്, അതേപോലെ ഇൻഫെക്ഷനിൽ നിന്ന്, റെസ്പിറേറ്ററി ഡിസീസ് ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളിൽ നിന്ന്, അലർജീസിൽ നിന്നൊക്കെ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. ബ്രസ്റ്റ് മിൽക്ക് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ ആൻഡ് ടു പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ തടയാനും അതേപോലെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ബ്രസ്റ്റ് മിൽക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും 3 പോയിൻ്റ് എഴുതിയാൽ മതി. ദെൻ 20th ക്വസ്റ്റ്യൻ. The different stages of progressive development of a fetus is given below. Arrange them suitably and complete the table. അതായത് ഒരു ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലുള്ള പ്രോഗ്രസീവിൻ്റെ ആ സ്റ്റേജസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഗ്രോത്ത് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ് ആൻഡ് ദ ബോഡി. ദെൻ ദ ഹേർട്ട് ബീറ്റ് ബിഗിൻസ്. ലങ്സ് അറ്റൈൻ കംപ്ലീറ്റ് ഗ്രോത്ത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, ഐലിഡ്സ് ഓപ്പൺ, ഐ ലാഷസ് ആർ ഫോംഡ്. Then next point, sex organ and organ system are formed. Then gaining of body weight. ഇതിനെ ഫസ്റ്റ് ട്രൈമസ്റ്റർ 1 to 3 months ആണ്, സെക്കൻഡ് ട്രൈമസ്റ്റർ 4 to 6 months ആണ്. ഈ ഒരു ഓർഡറിൽ 2 ബോക്സായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുള്ള പോയിൻറ്റ്സിന്. അതിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരുന്ന പോയിൻറ്റ്സ് ആണ് ദ ഹേർട്ട് ബീറ്റ് ബിഗിൻസ്, ദെൻ സെക്സ് ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റം ആർ ഫോംഡ്. അതായത് 1 to 3 months ആണത്. ദെൻ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ഓഫ് ഹെയർ ഓൺ ദ ഹെഡ് ആൻഡ് ദ ബോഡി, ഐലിഡ്സ് ഓപ്പൺ, ഐ ലാഷസ് ആർ ഫോംഡ്. തേർഡ് ട്രൈമസ്റ്ററിൽ വരുന്ന പോയിൻറ്റ്സ് ലങ്സ് അറ്റൈൻ കംപ്ലീറ്റ് ഗ്രോത്ത്, ഗെയിനിങ് ഓഫ് ബോഡി വെയ്റ്റ്. ദെൻ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് 21 to 23. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21, കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിളി. ഇവിടെ 4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഡിവിഷൻസ്, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, പ്രസൻസ് ഓഫ് വാസ്കുലർ ടിഷ്യൂ ആൻഡ് എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ്. അതായത് ഡിവിഷൻസിൽ വരുന്നത് ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടേബിളാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ABCDEFGH വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. അവിടെ ഫില്ല് ചെയ്ത് പോയാൽ മതി. പിന്നെ ജസ്റ്റ് അതിൻ്റെ ആൻസർ കാണിച്ചു. അതിൽ എൻ്റെ പ്ലേസിൽ ഫില്ല് ചെയ്യേണ്ടത് വസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെൻറ്റ്. ദെൻ B, Spirogyra sargassum. Then C, reproduction is done through gametes and spores. Then D, Rixia funaria. E, reproduction is mainly through spores. F, complex vascular tissue are seen but xylem vessels are absent. G, Cycas pine. H, reproductive parts are present in the flowers. ഈ ആൻസർ വെച്ച് ജസ്റ്റ് മാച്ച് ചെയ്താൽ മതി. ഞാൻ ഫുള്ളായിട്ട് ആ ടേബിൾ വായിക്കാത്തത്, വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22, ഒബ്സർവ് ദ ഫിഗർ ഓഫ് ദ ജോയിൻസ് ഗിവൺ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് 2 ജോയിൻസിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ്. നെയിം ദ ടൈപ്പ് ഓഫ് ജോയിൻസ് A ആൻഡ് B. ഇവിടെ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്, B ഹിഞ്ച് ജോയിൻ്റ് ആണ്.
ദെൻ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ ഡു എ ആൻഡ് ബി ഡിഫർ ഇൻ ദെയർ മൂവ്മെൻറ്റ്സ്. എയും ബിയും അവയുടെ മൂവ്മെൻറ്റ്സിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എലോ മൂവ്മെൻറ്റ് ഇൻ ഓൾ സൈഡ്. അല്ലെ നിങ്ങൾക്കറിയാം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലേക്കും മൂവ്മെൻറ്റ് സാധ്യമാവുന്നതാണ്. ദെൻ ബി എലോസ് മൂവ്മെൻറ്റ് ഇൻ ഓൺലി വൺ സൈഡ്, ഒരു സൈഡിലേക്ക് മാത്രം അല്ലേ, അതായത് നമ്മളെ പിന്നെ വാതിലിൻ്റെ ജനലിൻ്റെ ഒക്കെ വിജാഗിരി പോലെ ഒരു സൈഡിലേക്ക് മാത്രം മൂവ്മെൻറ്റ് സാധ്യമാവുന്നതാണ് ബി, അതായത് ഹിഞ്ച് ജോയിൻറ്റ്. ദെൻ അതിൽ 3 നെയിം ദ ഡിസീസ് ദാറ്റ് കോസ് സിവിയർ പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ദ ജോയിൻറ്റ്സ്, ഹൗ ഈസ് ഇറ്റ് കോസ്ഡ്. അതായത് നല്ല വേദനയും അതേപോലെ സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വീക്കം ഉണ്ടാകുന്ന ജോയിൻസിൽ വരുന്ന ഡിസീസ് ഏതാണെന്നാണ്, എങ്ങനെയാണ് അതിന് എന്താണ് കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഒന്ന് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജസ് ആൻഡ് സൈനോവിയൽ മെംബ്രെയിൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം. അതായത് കാർട്ടിലേജസിനോ അല്ലെങ്കിൽ സൈനോവിയൽ മെംബ്രെയിനോ ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ മൂലം ഉണ്ടാകുന്ന രോഗമാണ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23 ഒബ്സർവ് ദ ഫോളോയിങ് ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അത് നല്ലപോലെ ഒബ്സർവ് ചെയ്തതിന് ശേഷം അവിടെ ABC എന്ന് പറഞ്ഞ് കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ പാർട്ട് മാർക്ക്ഡ് എ, ഹൗ ഈസ് ദിസ് പാർട്ട് ഫോംഡ്. എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ പ്ലാസൻ്റെയാണ്, ഫോംഡ് ബൈ ദ എംബ്രിയോണിക് ആൻഡ് യൂട്രിനൽ ടിഷ്യൂസ്. അതായത് എംബ്രിയോണിക്കും യൂട്രിനൽ ടിഷ്യൂവും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഫോം ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് പ്ലാസൻ്റ. ദെൻ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് ബി ആൻഡ് സി. ബിയുടെയും സിയുടെയും ഫംഗ്ഷനും പേരുമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ബി അംബിലിക്കൽ കോഡാണ്, അതായത് പൊക്കിൾ കൊടി. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് റീച്ച് ദ ബോഡി ഓഫ് ദ ഫീറ്റസ് ആൻഡ് വേസ്റ്റ് ആർ റിമൂവ്ഡ് ത്രൂ ദിസ് കോഡ്. ഈ കോഡ് വഴിയാണ് ആ ഫീറ്റസിൻ്റെ ബോഡിയിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസും എത്തിച്ചേരുന്നതും അതേപോലെ തന്നെ എന്ത് ചെയ്യുക ആ കുട്ടീൻ്റെ ബോഡിയിലുള്ള വേസ്റ്റുകൾ റിമൂവ് ചെയ്യപ്പെടുന്നതും ഈ ഒരു കോഡ് വഴിയാണ്. അതിൽ സി എന്ന് പറഞ്ഞാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ്. അതിൻ്റെ ഫംഗ്ഷൻ പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ ഓഫ് ദ ഫീറ്റസ് ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. അതായത് ഫീറ്റസിൻ്റെ ബോഡിയിൽ നിന്ന് ഡീഹൈഡ്രേഷൻ തടയുക എന്നുള്ളതും അതേപോലെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് ആ ഫീറ്റസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതുമാണ് എന്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത്. ദെൻ അതിലൊരു തേർഡ് ക്വസ്റ്റ്യൻ ഹൗ ഡു ആൽക്കഹോൾ കൺസംഷൻ, ഡ്രഗ് അബ്യൂസ് ആൻഡ് സ്മോക്കിംഗ് ഡ്യൂറിങ് പ്രഗ്നൻസി അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് ദ ഫീറ്റസ്. അതായത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ആൽക്കഹോളിൻ്റെ ഉപയോഗം അതേപോലെ ഡ്രഗ് അബ്യൂസ്, സ്മോക്കിംഗ്, ഇതൊക്കെ എങ്ങനെയാണ് ഫീറ്റസിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ സ്മോക്കിംഗ്, ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി ക്യാൻ കോസ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഇൻ ദ ഫീറ്റസ്, എക്ടോപിക് പ്രഗ്നൻസി ആൻഡ് മിസ്കാരേജ്. അതായത് കുട്ടിയിൽ ഫീറ്റസിൽ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാം, അതേപോലെ പ്രഗ്നൻസി മിസ്കാരേജിനും കാരണമാവാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ്, ഇത് സമഗ്രയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, മാർക്കൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.